നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് സ്റ്റൈലു. നമ്മൾ നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിലെ മൂന്നാമത്തെ സബ്ജക്ട് സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സാധാരണ പാറ്റേൺ മേക്കിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് പോവുക. പക്ഷെ പാറ്റേൺ മേക്കിംഗ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഞാൻ സ്റ്റിച്ചിങ് അത്രയും ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്ന പോലെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തൊന്നും കാര്യങ്ങളായിട്ടൊന്നും പഠിപ്പിക്കണില്ല കേട്ടോ. സിമ്പിൾ വേയിൽ നമുക്ക് എങ്ങനെ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാറ്റേൺ മേക്കിംഗ് പഠിച്ചിട്ട് അതെങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ശരിക്കും എങ്ങനെയാണ് അത് തയ്ക്കുക വെട്ടാന്നൊക്കെ ഉള്ളത് പിന്നെ കാണിക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതികളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കേർട്ടുകളൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെയൊക്കെ പ്ലീറ്റ്സ് ഒരുപാട് ടൈപ്പ് വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് വേരിയേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്ക്. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ 75% പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ട് വീഡിയോസ് കാണാത്തവർ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോസ് കാണാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 7 തരത്തിലുള്ള പ്ലീറ്റ്സ് ആട്ടോ നമ്മളിന്ന് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ വരുന്നത് നൈഫ് പ്ലീറ്റ് ആണ്. ഈ പ്ലീറ്റുകളെല്ലാം ഒരു വശത്തേക്ക് തന്നിട്ടായിരിക്കും ചെരിഞ്ഞിട്ടുണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേകത വെച്ചാൽ അടുത്തടുത്തായിട്ടായിരിക്കും ഇരിക്കുക. നമ്മളിപ്പോ ഒരു തുണി എടുത്തിട്ട് ഇത്രയും ഒരു ഉള്ളിലോട്ട് കടത്തി വിടുന്നുണ്ട്, കണ്ടില്ലേ? ഇപ്പൊ ഒരു ഏകദേശം 1 ഇഞ്ചാണ് ഈ പ്ലീറ്റ് വരുന്നത്. അത് പകുതി നമ്മൾ ഈ പ്ലീറ്റ് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ചുകൂടി പ്ലീറ്റ് എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫസ്റ്റത്തെ പ്ലീറ്റിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നന്നായിട്ട് കയറ്റിയെടുക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് തുണി ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്കൊരു 20 ഇഞ്ച് ആണ് വേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു അതിന്റെ ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ തുണി വേണം. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. നല്ല വിരിവോട് കൂടിയിട്ടുള്ള തുണി പ്ലീറ്റ്സ് ആട്ടോ ഇത് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. 2 സൈഡും ഒരേപോലെ തന്നെ ഇരിക്കും, ബാക്കും ഫ്രണ്ടും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസഡ് നൈഫ് ഫ്ലീറ്റ് ആണ്. രണ്ടാമത്തെ പ്ലീറ്റ്സ് ആണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നൈഫ് ഫ്ലീറ്റിന്റെ പോലെ അത്രയും അത്ര അടുപ്പിച്ചടുപ്പിച്ചിട്ടല്ല പ്ലീറ്റ്സ് ഇടുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്ലീറ്റ്സ് ഇടുക. അതാ കണ്ടില്ലേ? പ്ലീറ്റുകളുടെ തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഉള്ളിലോട്ട് നമ്മൾ പ്ലീറ്റിന്റെ അടിയിലൂടെ ഉള്ളിലോട്ട് കടന്നു വിടുന്ന തുണിയും കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ 2 പ്ലീറ്റ്സ് തമ്മിൽ വെച്ച് നോക്കുവാണെങ്കിൽ സെയിം അത്രയും തുണി തന്നെയാണ് രണ്ടിനും എടുത്തേക്കുന്നത്. ഒരെണ്ണത്തിന് കുറവേ നമുക്ക് അരവണ്ണം തികയത്തുള്ളൂ, ഒരെണ്ണത്തിന് കൂടുതൽ കുറവും അങ്ങനെ വരും. പക്ഷെ കാണാൻ ഭംഗി എപ്പോഴും നൈഫ് പ്ലീറ്റ് തന്നെയായിരിക്കും കേട്ടോ. കുറച്ച് തുണി നമ്മുടെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തത് യൂസ് ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ പ്ലീറ്റ്സ് ബോക്സ് പ്ലീറ്റ് ആണ്. അത് നമ്മൾ ഉടുപ്പുകൾക്ക് യൂണിഫോമുകൾക്കൊക്കെയാണ് സാധാരണയായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്ലീറ്റുകൾ നല്ല ഭാഗത്ത് എതിർവശങ്ങളിലോട്ട് വരും. അതുപോലെ ആദ്യം തന്നെ നമ്മളൊരു പ്ലീറ്റ് എടുത്തു, അതിനുശേഷം കുറച്ചടിച്ചതിന് ശേഷം നമ്മൾ തൈക്കിൽ നിർത്തിയിട്ട് കണ്ടില്ലേ? നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടതാണ് നൈഫ് പ്ലീറ്റ്. പക്ഷെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അടുത്ത പ്ലീറ്റ് എടുക്കുന്നത്. അതാണ് ഈ ബോക്സ് പ്ലീറ്റിന്റെ പ്രത്യേകത കേട്ടോ. നല്ല ഭംഗിയാണ് ബോക്സ് പ്ലീറ്റ് ഒക്കെ അടിച്ചിട്ടുള്ള ഉടുപ്പുകളായാലും സ്കേർട്ടുകളായാലും. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എടുക്കുന്നു. അതിനുശേഷം രണ്ട് എടുക്കുമ്പോൾ ആദ്യത്തെ ഒരെണ്ണം റൈറ്റിലോട്ടാണെങ്കിൽ ഒരെണ്ണം ലെഫ്റ്റിലോട്ട്, ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓരോരോ പ്ലീറ്റുകൾ നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മുടെ 4ാമത്തെ പ്ലീറ്റ്സ് ആണ് ഇത്. ജനറേറ്റഡ് പ്ലീറ്റ്സ് എന്ന് പറയും. ബോക്സ് പ്ലീറ്റ് തന്നെയാണ് ബേസിക് ആയിട്ട് വരുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു ബോക്സ് പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ തുമ്പത്തെത്തുമ്പോൾ കഴിയാറാവുമ്പോൾ ഇതുപോലെ കുത്തി നിർത്താട്ടോ. അതിനുശേഷം അടുത്തൊരു ബോക്സ് പ്ലീറ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് ആ പോയിന്റിൽ വന്നുമ്പോൾ സൂചി താഴത്തോട്ട് കുത്തി ഇറക്കണം. അതിനുശേഷം ഇങ്ങനെ പിടിച്ചിട്ട് 2 പ്ലീറ്റ്സും കൂടി അടുത്ത് പിടിക്കാം. അതിനുശേഷം ഏകദേശം ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് മാക്സിമം അത്ര എടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ അപ്പുറത്തെ പ്ലീറ്റിലോട്ട് ഇതുപോലെ കുത്തി നമ്മൾ സാധാരണ പോലെ ഇങ്ങനെ എടുക്കുവാണ്. കണ്ടില്ലേ? നമ്മുടെ പ്ലീറ്റ്സിന്റെ ബോക്സ് പ്ലീറ്റിന്റെ മോളിക്കോടെ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുവാണ്. ഈ ജനറേറ്റർ പ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലീറ്റ്സിൽ നമ്മൾ ചെയ്യുന്നത്. ആ വേസ്റ്റിന്റെ ആ ഒരു ഭാഗത്ത്, നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്ത് ഒന്നൊരു ഒതുക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടുപ്പ് കൊടുക്കണതുണ്ടല്ലോ, അത് വേണമെങ്കിൽ കുറച്ച് ലെങ്ത് കൂട്ടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. വല്ലാണ്ട് ലെങ്ത് കൂട്ടാൻ നിൽക്കണ്ട. എന്നാലും ഒരു വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇത്തിരിയൊക്കെ നമുക്ക് നീളം കൂട്ടാട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഫ്രഞ്ച് പ്ലീറ്റ് ആണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തുണിയുടെ നമ്മൾ എത്രത്തോളം തുണിയാണ് എടുക്കുന്നത് അതിന്റെ സെന്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു പ്ലീറ്റ് എടുക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റത്തെ കുറച്ച് പോർഷൻ നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ, സെന്റർ തൊട്ടിട്ട് ഫ്രണ്ടിലോട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ ഒരു ബോക്സ് പ്ലീറ്റ് ആണ് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഇത് ബോക്സ് പ്ലീറ്റ് അല്ല കേട്ടോ, അതിന്റെ സെന്ററിൽ മാത്രമാണ് ബോക്സ് പ്ലീറ്റ് വരുന്നത്. അതിനുശേഷം ഇപ്പോ റൈറ്റ് സൈഡിൽ നിന്ന് അതുപോലെ ആ റൈറ്റ് സൈഡിലോട്ടുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നു.
ഞാൻ എല്ലാത്തിന്റെയും ഫോട്ടോസ് ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഇതുപോലെ ബോക്സ് പ്ലീറ്റിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നടുക്കിൽ മാത്രം ഒരു ബോക്സ് പ്ലീറ്റ്, പിന്നെ സാധാരണ പ്ലീറ്റ്സ് അങ്ങോട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമായിട്ട്. സ്കേർട്സിനും അതുപോലെ തന്നെ നമ്മുടെ കുർത്ത ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിന് നമുക്ക് ഇങ്ങനത്തെ പ്ലീറ്റ്സ് യൂസ് ചെയ്തിട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കണ്ടില്ലേ, നടുവിലൊരു ബോക്സ് പ്ലീറ്റ്, പിന്നെ അങ്ങോട്ട് പ്ലീറ്റ്സ്, പിന്നെ ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പ്ലീറ്റ്സ്, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പ്ലീറ്റ്സ്. അടുത്തതായിട്ട് വരുന്നത് ഗാദേർഡ് പ്ലീറ്റ്സ് ആണ്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു പ്ലീറ്റ്സ് ആണ് കേട്ടോ. ഇതുപോലെ നമ്മൾ വലിയ പ്ലീറ്റ്സും കാര്യങ്ങളും അളവുകളും ഒന്നും എടുക്കണില്ല. ചുമ്മാ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാണ് വെറുതെ. ഇതിപ്പോ നോക്കുവാണെങ്കിൽ വലിയ അകൽച്ചയോ ഭംഗിയൊന്നും വലിയ പ്ലീറ്റ്സ് ഒന്നും കാണില്ല. ഇതൊന്നും കൂടി നമുക്ക് വേണമെങ്കിൽ അടുപ്പിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നൂല് നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ, അത് ഇത്തിരി വലിയ കാണിട്ടിട്ട് അടിക്കുക. അതിനുശേഷം ഒരു നൂല് മാത്രം ഇതുപോലെ വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി ചെറിയ ചുരുക്കുകളാക്കിയിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ പറ്റും. അതിനുശേഷം ഇതുപോലെ നമ്മള് തയ്ച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഗാദേർഡ് പ്ലീറ്റ്സ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ആദ്യത്തേനേക്കാളും കുറച്ചുകൂടി അടുപ്പിച്ചുള്ള പ്ലീറ്റ്സ് അല്ലേ ഇവ രണ്ടാമത് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് പ്ലീറ്റ്സ് വിത്ത് സെപ്പറേറ്റ് കളർ അണ്ടർലൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലീറ്റ്സ് ആണ്. അതായത് 2 കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് തയ്ക്കുന്നത്. കാഴ്ചക്ക് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. 2 ഫ്ലോക്സ് ബീറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്തുണ്ടല്ലോ, അതിന്റെ താഴ്ഭാഗത്തായിട്ട് വേറൊരു കളർ തുണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തുണി മുറിച്ചെടുക്കാം. ആദ്യത്തെ ഒരു പീസ് ഞാനൊരു 3 ഇഞ്ച് വീതവും പിന്നെ രണ്ടാമത്തെ കളർ ഒരു 1.5 ഇഞ്ച് വീതവുമാണ് എടുക്കുന്നത്. അതിനുശേഷം ഈ രണ്ടും തമ്മിൽ നമ്മുടെ 2 കളേഴ്സ് വന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് നമുക്ക് തുണി കുറച്ച് കൂടുതൽ വേണം, എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ തുണി ഉണ്ടല്ലോ, അത് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഞാൻ 3 ഇഞ്ചും 3 ഇഞ്ചും ചെറുത് 1.5 ഇഞ്ചുമാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റൂട്ടോ. തയ്ച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എവിടെയാണ് ഏത് കളറാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഇതുപോലെ വെച്ചു. നമുക്ക് പ്ലീറ്റ്സ് ഉള്ള ഡ്രസ്സുകൾ തയ്ക്കുമ്പോൾ എത്രത്തോളം വേസ്റ്റ് വേണോ അതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ നമുക്ക് തുണി വേണം കേട്ടോ. അപ്പൊ അതിന്റെ കണക്കാക്കിയിട്ട് നിങ്ങൾ തുണി എടുക്കുക. അതിനുശേഷം ആ സെന്ററിലെ നടുക്കിലത്തെ ആ കളർ ഉണ്ടല്ലോ, അതിന്റെ സെന്റർ പോർഷൻ വരെയാണ് നമ്മൾ ആദ്യത്തെ പ്ലീറ്റ് എടുത്ത് വെക്കുന്നത്. അതിനുശേഷം മൂന്നാമത്തെ കളർ, ഫസ്റ്റത്തെ കളർ തന്നെ എടുത്തില്ലേ, ബോക്സ് പ്ലീറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. ഇതാ കണ്ടില്ലേ, ബോക്സ് പ്ലീറ്റ് നമ്മൾ ആ ഉള്ളിൽ കൊടുത്തേക്കുന്ന തുണിയുടെ സെന്റർ പൊസിഷനിലോട്ടായിട്ട് ഇതുപോലെ ബോക്സ് പ്ലീറ്റുകൾ ഇടിച്ചു കൊടുക്കുക. അതാണ് ഈ വേറെ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന ഈ പ്ലീറ്റ്സ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ജനറേറ്റഡ് പ്ലീറ്റ് ആയിട്ട് ചെയ്യാം. അതായത് പ്ലീറ്റ്സ് വിത്ത് സെപ്പറേറ്റ് കളർ അണ്ടർലേ വിത്ത് ജനറേറ്റഡ് പ്ലീറ്റ്സ് ചെയ്യാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ജനറേറ്റഡ് പ്ലീറ്റ് ചെയ്തില്ലേ, ഇതുപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ട് ജനറേറ്റഡ് പ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ സൂചി ഉപയോഗിച്ചിട്ട് നമ്മുടെ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ ആയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ. ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മളിപ്പോ ടോട്ടൽ 8 പ്ലീറ്റ്സ് ആട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാനുള്ള പോലെ തന്നെ മനസ്സിലായി എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസും സ്ഥലവും പ്ലേസും പേരും കൂടിയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലൊക്കെ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഞാൻ സാധാരണ പറയാറില്ലേ അത് തന്നെ. അപ്പോൾ അടുത്തായിട്ട് വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും